ബന്ധുക്കൾ എത്തിയപ്പോഴാണോ ഇത് കണ്ടത്? കണ്ടത് ബന്ധുക്കൾ എത്തിയപ്പോഴാണ് കണ്ടത്. അപ്പോഴാണ് ലൈൻ ഓഫ് ചെയ്തത്. അത് ഏകദേശം എത്ര മണിക്കായിരിക്കും? 8-9 മണിക്ക്. ഏകദേശം ഒരു 8-9 മണിക്കാണ് പിന്നീട് ബന്ധുക്കൾ അദ്ദേഹത്തെ കാണാതായതോടുകൂടി ഇങ്ങോട്ട് വന്നത്. അങ്ങനെ വന്നപ്പോഴാണ് ഇവിടെ അദ്ദേഹത്തിന്റെ മൃതദേഹം കാണുകയും ഉടൻ തന്നെ അല്ലെങ്കിൽ അധികാരികളെ വിവരം അറിയിക്കുകയും ചെയ്തു. അങ്ങനെയാണ് KCB ഉദ്യോഗസ്ഥരെത്തി ഈ സ്ഥലം ഇവിടുത്തെ വൈദ്യുതി പ്രവാഹം നിർത്തുകയും മറ്റ് നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. ഇപ്പോൾ മറ്റ് KCB ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ മറ്റ് പ്രദേശവാസികളും ഒക്കെ തന്നെ ഇവിടെ കൂടിയിട്ടുണ്ട്. മറ്റ് നടപടികൾ പോലീസും മറ്റ് നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ശരി, ഇപ്പം പ്രദേശവാസികളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പോലീസ് അവിടെ വളരെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. ഇത് എത്രാമത്തെ മനുഷ്യ ജീവനാണ് ഇങ്ങനെ നമുക്ക് ഈ ഷോക്കേറ്റുള്ള മരണങ്ങളിൽ നമുക്ക് നഷ്ടപ്പെടുന്നത്? എത്ര മനുഷ്യരുടെ ജീവനാണ്? തേവലക്കരയിലെ മിഥുനൊന്നും നമ്മുടെ മനസ്സിൽ തീരാത്ത നോവായി എന്നും അവശേഷിക്കും. ഇപ്പോൾ എത്രാമത്തെ ജീവനാണ് ഇങ്ങനെ നമുക്ക് നഷ്ടമായി കൊണ്ടിരിക്കുന്നത്? ഇന്നലെ ശക്തമായ കാറ്റായിരുന്നു ഈ കൊടുമ്പ മേഖലയിൽ. ആ സമയത്താണ് ഈ വൈദ്യുതി ലൈൻ പൊട്ടി വീണത്. എനിക്ക് തോന്നുന്നു അവിടെയുള്ള പ്രദേശം ഇന്നലെ ശക്തമായ മഴയുണ്ടായിരുന്നു. കാലത്ത് ശക്തമായ മഴയുണ്ടായിരുന്നു. ആ മഴയത്ത് ഇന്നലെയാണ് പൊട്ടി വീണുണ്ടാവുക. ഇന്ന് കാലത്ത് പൊട്ടിയാണ്. കാലത്ത് ഇതിലാണ്. ചെരുപ്പിടാറില്ല? ചെരുപ്പ് ധരിക്കാറുണ്ട്. പറമ്പിൽ വരുമ്പോ വഴുക്കലാണ്. ചെരുപ്പ് റോഡിൽ വെച്ചിരിക്കുകയാണ്. ഇതാ പുള്ളിയാണ് ഓഫ് ചെയ്തത്. സാറാണോ അത് ഓഫ് ചെയ്ത്? ലൈൻ ഓഫ് ചെയ്തും സാറാണോ അത് ആദ്യം കണ്ടതല്ല, ഞങ്ങൾ അറിഞ്ഞു വന്ന ആൾക്കാരാണ്. എപ്പോഴായിരുന്നു അത്? ഏകദേശം അതൊരു 9 മണി ശേഷം. എങ്ങനെയാണത്? പിന്നെ ഇയാള് 6 മണിക്ക് വന്നിട്ട് 7:30 തിരിച്ചു പോകുന്ന ആളാണ്. ആളെ കാണാനല്ലേ പറഞ്ഞ അയാളുടെ പെങ്ങള് അന്വേഷിച്ച് വന്ന് കണ്ടപ്പോൾ രാജേഷ് പറഞ്ഞ ആളിനെ വിളിച്ചു വരുത്തിയിട്ട് എന്നിട്ട് അവർ അറിഞ്ഞിട്ടാണ് ഞങ്ങളൊക്കെ അറിയണത്. വരാൻ പോയത് അദ്ദേഹത്തെ പെട്ടെന്ന് കണ്ടപ്പോൾ അങ്ങനെ പെങ്ങളാണ് വന്ന് കാണുന്നത്. നെല്ലിയമ്മ പറഞ്ഞ പെങ്ങളാണ് ഇതൊന്ന് കാണുന്നത്. അങ്ങനെയാണ് പെങ്ങളാണ് ഇത് വരുന്നത് കാണുന്നത്. അതിനുശേഷം ആണ് കണ്ടത്. ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം വിവരങ്ങൾ പോലീസ് സ്റ്റേഷനിലും KCBക്ക് അറിയിച്ചു. ചെരുപ്പൊന്നും ധരിച്ചിരുന്നില്ല. ഉണ്ട്, മുകളിലാണ്. റോഡിന്റെ സൈഡ് കൊടയും ചെരുപ്പും വെച്ചിട്ടാണ് ഇവിടെ ഇറങ്ങി വന്നിരിക്കുന്നത്. ഇവിടെ ഈ മണ്ണ് ഭയങ്കര വഴുക്കലായ കാരണം ചിലപ്പോൾ ചെരുപ്പ് ഉപയോഗിക്കില്ല. അറിയില്ല. കാരണം ഇവിടെ ഈ ചളിയും മറ്റൊക്കെ ഉള്ളതുകൊണ്ടേ, കാരണം കൃഷിയല്ലേ, ഒന്നാമത് നല്ല ചതുപ്പല്ലേ ആയതുകൊണ്ട് ഈ ചെരുപ്പം മാറ്റി വെച്ചതിന് ശേഷം വഴിക്ക് വീഴണ്ടെന്നുള്ള അടിസ്ഥാനത്തിൽ മൂപ്പരെ വെറും കാലിൽ അങ്ങനെ വരികയും തേങ്ങ പെറുക്കിയിട്ട് പോയി ഒരു ചാക്ക് കൊണ്ട് പിന്നെ അടുത്തതിന് വരുമ്പോഴാണ് ഈ ലൈൻ പൊട്ടി കൊണ്ട്. അതെ, ചാക്ക് തേങ്ങ കൊണ്ടുപോയതിന് ശേഷം അടുത്ത ചാക്ക്. അതെ, പെറുക്കിക്കൂട്ടി വെച്ചിട്ടുണ്ട്. തേങ്ങയെല്ലാം പെറുക്കിക്കൂട്ടി വെച്ചിട്ടുണ്ട്. ചാക്ക് എടുക്കാൻ വേണ്ടി പോയതാണ്. അപ്പോഴാണ് ഈ പറഞ്ഞ പോലെ തന്നെ ഇത് അദ്ദേഹം ഇവിടെ വന്നു ഒരു ചാക്ക് തേങ്ങ പറക്കി. അത് നമുക്ക് അവിടെ അപ്പുറത്ത് ദൃശ്യങ്ങളുണ്ട്. അതായത് ആ തേങ്ങ പറക്കി ഇതിന് ശേഷം രണ്ടാമത്തെ ചാക്ക് എടുക്കാനായി വന്നപ്പോഴാണ് ഇത്തരത്തിൽ അബദ്ധത്തിൽ ഈ ലൈൻ കമ്പിയിൽ ചവിട്ടുകയും